ചേച്ചി അതുപോലെ തന്നെ ഇലക്ഷനാണ്. അപ്പൊ പിണറായിക്ക് ഒരു മൂന്നാം ഭരണം ഉണ്ടാകുമോ? എൻ്റെ പൊന്നു മോനെ 3, 4, 5 ഭരിക്കട്ടെ. ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന ഏത് ഭരണമായാലും അതാണ് വേണ്ടത്, അതാണ് കാഴ്ചവെക്കേണ്ടത്. അതിന് ആര് വരും എന്ത് വരും എന്നൊക്കെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. 10 വർഷത്തെ ഭരണം മോശമാണെന്ന് ചേച്ചിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ എങ്ങനെയാണ് പറയണത്? എന്തിനാണ് നീ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞത്? എൻ്റെ ഒരു സാധാരണ ജനത എന്ന നിലയിൽ നടിയെന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു സാധാരണ ജനത എന്ന നിലയിൽ 10 വർഷത്തെ ഭരണത്തെ എങ്ങനെ നോക്കുക? എനിക്ക് നോക്കി ഇങ്ങനെ കാണാനേ പറ്റൂ. ഇങ്ങനെ നോക്കി കാണാനേ പറ്റൂ. ഇങ്ങനെ നോക്കി കാണാനേ പറ്റൂ. അതിൽ കൂടുതൽ പറയാൻ എനിക്ക് പറ്റില്ല. ചേച്ചിന്റെ ഒരു സുഹൃത്താണ് രമേശ് പിഷാരടി. പുള്ളി ജയിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മോനെ, രമേശ് പിഷാരടി എൻ്റെ സുഹൃത്താണ്, എൻ്റെ കൂടെ സഹപ്രവർത്തകനാണ്. ജയിക്കണമെങ്കിൽ ജയിക്കണം. രമേശ് നല്ല നിലപാടുള്ള ഒരാളാണ്. ജയിക്കാൻ പറ്റുമ്പോൾ രമേശ് ജയിക്കട്ടെ. ഞാൻ പറയണ ആരാ നല്ല പോലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആരുണ്ടോ, ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ ആരാണ് എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്തിരിക്കും, ജയിച്ചിരിക്കും. ചേച്ചി വോട്ട് ചെയ്യാറുണ്ട്? ഞാൻ വോട്ട് ചെയ്യും. ആർക്കാന്ന് ചോദിക്കണ്ട, അതെന്റെ ഇഷ്ടമുള്ള ആൾക്ക് ഞാൻ വോട്ട് ചെയ്യും. അല്ല, ചേച്ചിയുടെ രാഷ്ട്രീയം പുറത്തു പറയണ്ട, പക്ഷെ ചേച്ചിക്ക് ഒരു രാഷ്ട്രീയ നിലവിലുണ്ട്. ഉണ്ട്. എന്താണ് രാഷ്ട്രീയം നിലവിലുള്ളത്? നിങ്ങളെ പോലുള്ള ഓരോ ചെറുപ്പക്കാരും ജനങ്ങൾക്കും ഇഷ്ടപ്പെടുന്നത് ചെയ്യുക എന്നുള്ള രാഷ്ട്രീയം പഠിക്കണ്ട. ജനങ്ങളുടെ പൾസ് അറിഞ്ഞാൽ മതി. രാഷ്ട്രീയം പഠിച്ചിട്ടല്ല ആരും രാഷ്ട്രീയത്തിൽ വരുന്നത്. അല്ല, അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് നരേന്ദ്രമോദിയെ കാണാൻ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്ത്യ പ്രൈം മിനിസ്റ്റർ. ഒരു പ്രൈം മിനിസ്റ്ററെ കാണാൻ വേണ്ടി ഒരു പാർട്ടി ആവണമെന്നില്ല. ഞാൻ നാളെ പോയി കാണുകയാണെങ്കിൽ ഞാനൊരു സെൽഫി എടുക്കും. എൻ്റെ ആഗ്രഹമാണ് അദ്ദേഹത്തിനോട് ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത്. അത് എന്നെ കൊണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ പോയി എടുക്കും ചെയ്യും. നരേന്ദ്രമോദി കാണാൻ ആരും ക്ഷണിക്കണ്ട. കല്യാണമാണോ ക്ഷണിച്ചു കൊണ്ടുപോകാൻ? അല്ലല്ലോ. കമൻസ് എന്തുവാണ്? കമൻസ് എത്രയോ വരും. പ്രൈം മിനിസ്റ്ററെ കാണുക എന്നുള്ളത് എല്ലാ പൗരന്മാരുടെയും അവകാശമാണ്. അത് പാർട്ടി നോക്കിയിട്ടൊന്നുമല്ല. ഞാൻ ഇനിയും പോകും, ഇനി കാണും ചെയ്യും. ചേച്ചി അതേപോലെ തന്നെ ചേച്ചിയുടെ സഹപ്രവർത്തകർ രമേശ് പിഷാരടിയൊക്കെ വിളിച്ചാൽ പാലക്കാട് പ്രചരണത്തിനാണ്. എന്നെ വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ സുഹൃത്ത് സഹപ്രവർത്തകർ വിളിച്ച് ഞാൻ പോകും. പാർട്ടി നോക്കിയിട്ടല്ല, വ്യക്തി സുഹൃത്തെന്താ നോക്കി. കക്ഷി രാഷ്ട്രീയമാണോ ചേച്ചിയുടെ രാഷ്ട്രീയം? മോനെ, എനിക്ക് ഒരു കക്ഷിയില്ല, രാഷ്ട്രീയവും ഇല്ല മോനെ. ഞാൻ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണ്. എനിക്ക് വേണ്ടത് ജനങ്ങളെയാണ്. നിങ്ങളെപ്പോലുള്ള അനിയൻ ചേട്ടന്മാരെ എല്ലാവരെയും ആണുങ്ങൾ പുരുഷന്മാരായി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട് വരാതെ നോക്കുക. സ്ത്രീകൾക്ക് വേണ്ടിയും. ഞാൻ പുരുഷന്മാർക്ക് മാത്രമല്ല, എവിടെ നീതിയുണ്ടോ ആ ഭാഗത്ത് ഞാൻ എൻ്റെ നിലപാടിൽ. ചേച്ചി നരേന്ദ്രമോദിയൊക്കെ വന്നപ്പോൾ കൊച്ചിയിൽ കാണാൻ പോയിട്ടുണ്ട്. പോയല്ലോ. എന്താ പോകാൻ പാടില്ലേ? എന്താണ് പോകാൻ പാടില്ല? നമ്മുടെ പ്രധാനമന്ത്രിയുടെ അദ്ദേഹം ചെയ്ത എന്തെങ്കിലും നല്ല പ്രവൃത്തി ഉണ്ടോ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് പോയി കാണാം. എല്ലാവർക്കും അവകാശമുണ്ട്. പാർട്ടി ബേസിലല്ല പ്രധാനമന്ത്രിയെ കാണാൻ പോണത്. ഒരു വ്യക്തി എന്ന നിലയ്ക്കും അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിൽ എന്തെങ്കിലും നല്ലതുണ്ടോ, എന്ത് ചീത്ത, അതൊന്നുമല്ല നമ്മൾ നോക്കണത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഞാൻ കാണാൻ പോയത്, വേറെ ആരെയല്ല. അതിനെനിക്ക് ആരെയും ക്ഷണം വേണ്ട. നാളെ വന്നാലും ഞാൻ പോയി കാണും, ഫോട്ടോ ഇടും. എൻ്റെ ഒരു ആഗ്രഹമാണ്. എന്താ ബുദ്ധിമുട്ടുണ്ടോ? വീണ്ടും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ വർഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ. മോനെ, ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇതൊന്നും തീരുമാനിക്കേണ്ടത് ഞാനല്ല, ജനങ്ങളാണ്. ജനങ്ങൾ തീരുമാനിക്കും, അത് നടപ്പാക്കും. പ്രിയങ്ക ഇരുന്നുകൊണ്ട് ഇന്നാളാവട്ടെ എന്ന് പറഞ്ഞാൽ ആക്കുന്ന മാജിക്കൊന്നും എൻ്റെ കയ്യിലില്ല. ചേച്ചിക്ക് ആഗ്രഹിക്കുന്നുണ്ട്? എനിക്ക് ആഗ്രഹിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കിപ്പോൾ വേറൊരു ആഗ്രഹമുണ്ട്. നീ സഹായിച്ചു. എനിക്കിപ്പോൾ സൽമാൻ ഖാൻ്റെ കൂടെ അഭിനയിക്കണം. നടക്കുമോ? ഇല്ലല്ലോ. നടക്കുമോ? സൽമാൻ ഖാൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കണം. നടക്കുമോ? ഇതൊക്കെ ആഗ്രഹങ്ങളാണ്. നടക്കും, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. അടുത്ത ഭരണം കേരളത്തിൽ ആരായിരിക്കണം? നീ പറ. നീ പറയും. ഞാൻ തീരുമാനിച്ചിട്ട് നീ പറ ആരായിരിക്കണം. അത് തന്നെ ഞാൻ ഇത്ര നേരം പറഞ്ഞതല്ല. ഏറ്റവും നല്ല ഭരണം കാഴ്ചവെക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി. ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുക, അതാണ് നല്ല ഭരണം, അല്ലേ? പിണറായി വീണ്ടും ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ പൊന്നു മോനെ, നീ എന്തിനാണ് എന്നെയായിട്ട് ഇങ്ങനെ കുഴപ്പിക്കണേ? നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി തല്ലി അങ്ങോട്ട് വിട്ടാൽ മതി. പ്രിയങ്ക ചേച്ചി അങ്ങനെ പറഞ്ഞോന്ന്. എന്തിനാണ് എല്ലാവരും തമ്മിൽ തല്ലിക്കണത്? ഞാൻ പാർട്ടി ഇനി ഭരിക്കുകയാണെങ്കിൽ ഇന്നാള് ഭരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അത് പാർട്ടി ബേസിലല്ല, ആ ഒരു വ്യക്തിയെ കുറിച്ച് അങ്ങനെ അറിയുന്നുണ്ടോ? അങ്ങനെ ഒരു വ്യക്തി എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല മോനെ, എനിക്ക് വന്നിട്ടില്ല. നല്ല ചോദ്യമാണല്ലോ. അപ്പൊ ഇവിടെ പാർട്ടിയൊക്കെ പറയാലോ അല്ലേ? ഞാനിപ്പോ എന്തായാലും പാർട്ടിയിൽ മത്സരിക്കുന്നില്ല. ഇല്ല മോനെ, ഇപ്പൊ തൽക്കാലം പറയില്ല. പറയാം, എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിട്ട് ഞാൻ പറയാം. സ്വതന്ത്രമായിട്ട് നിൽക്കണം. എന്തിനാ മോനെ വളച്ചടിച്ച് ചോദിക്കണേ? BJP അല്ലേ പ്രധാനമന്ത്രി, അതിന് നിൽക്കുമെന്ന് നീ ഇങ്ങനെ ചോദിക്കണെന്തിനാ? വളയ്ക്കണ്ട. ഞാനിപ്പോ ഒരു പാർട്ടിയിൽ നിൽക്കാനല്ല. ഞാൻ പോയതും കണ്ടതൊക്കെ എന്താണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ പോയത്, വേറെ ആരുമില്ല കേട്ടോ. നിങ്ങളെല്ലാവരും വന്ന് എന്തിനാ? ക്ഷണിച്ചിട്ടാണോ? അല്ലല്ലോ. അതേപോലെ ഒരു സാധാരണ സ്ത്രീയല്ലോ. ഇനിയും വരും, ഇനിയും പോകും, ഇനിയും കാണും. അതിന് പിണറായി വിജയൻ സാറിനെ കാണാനും പോകും, കോൺഗ്രസിൻ്റെ ആൾക്കാർ വന്നാലും പോകും, എല്ലാ പാർട്ടിയുടെ ആൾക്കാരും വന്ന് ഞാൻ പോകും. ഫോട്ടോ എടുക്കണം മോനെ. എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇന്റർവ്യൂ വരുമ്പോൾ ഞാൻ പറയാം ഞാൻ ഫോട്ടോ എടുത്തു.